ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. സഞ്ചാരികളുടെ പറുദീസയായ ഇടുക്കിയിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വൻ വർധന. ജില്ലയുടെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഈ വർഷം ഇതുവരെ എത്തിയത് 20 ലക്ഷത്തോളം പേരാണ്. പ്രതികൂല കാലാവസ്ഥ മൂലം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പല ദിവസങ്ങളിലും അടച്ചിട്ടുവെങ്കിലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചുവെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം ജൂലൈ വരെ മാത്രമുള്ള കണക്കുകൾ പ്രകാരം 19,42,354 പേർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള 12 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കഴിഞ്ഞ വർഷം ആകെ 33,86,012 സഞ്ചാരികളാണ് ഇതേ കേന്ദ്രങ്ങളിൽ എത്തിയത്. 2023-ലാകട്ടെ 29,22,043 ടൂറിസ്റ്റുകൾ ജില്ലയിലെത്തി. ഓണക്കാലം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടാകുമെന്നാണ് DTPCയും ടൂറിസം വകുപ്പ് അധികൃതരും പറയുന്നത്. ഇടുക്കിയിലേക്ക് എത്തിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രം വാഗമൺ തന്നെയാണ്. വാഗമൺ പുൽമേടും മൊട്ടക്കുന്നുകളും കാണാൻ 5,43,979 സഞ്ചാരികളും വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ 5,08,505 ടൂറിസ്റ്റുകളും എത്തി. മൂന്നാറിൽ 3 നീലക്കുറിഞ്ഞി പൂത്തു. മൂന്നാർ ഇക്കാനഗർ, ഗ്രഹാംസ് ലാൻഡ്, മാട്ടുപ്പെട്ടി എന്നിവിടങ്ങളിലാണ് നീലക്കുറിഞ്ഞി പൂത്തത്. നിലവിൽ പ്രദേശത്തെ ഏതാനും ചെടികളിൽ മാത്രമേ പൂക്കൾ വിരിഞ്ഞിട്ടുള്ളൂ. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന സസ്യമാണ് നീലക്കുറിഞ്ഞി. ഇവ നശിപ്പിക്കുന്നതും കൈവശം സൂക്ഷിക്കുന്നതും ശിക്ഷാർഹമാണ്. മിക്ക വർഷവും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട നീലക്കുറിഞ്ഞി പൂക്കാറുണ്ട്. ഈ വർഷം അപ്രതീക്ഷിതമായി നീലക്കുറിഞ്ഞി വസന്തം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടയിടങ്ങളിലൊന്നാണ് വെള്ളച്ചാട്ടങ്ങളുടെയും നിഗൂഢ ഗുഹകളുടെയും ശൃംഖല നിറഞ്ഞ തൊമ്മൻകുത്ത്. ഇവിടെ എത്തുന്നവർക്ക് അടിസ്ഥാന ആവശ്യങ്ങളും ട്രെക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തി വനം വകുപ്പിന് കീഴിലെ ഇക്കോ ടൂറിസം സെന്ററിന്റെ പ്രവർത്തനവും ശ്രദ്ധേയമാണ്. കുത്തിയൊലിച്ചെത്തുന്ന നീരൊഴുക്കിന്റെ ഭംഗിയും രൗദ്രഭാവവും ഒരുപോലെ തൊട്ടടുത്ത് കാണാൻ കഴിയുമെന്നതാണ് തൊമ്മൻകുത്തിന്റെ പ്രത്യേകത. പുഴയോരത്തെ മരങ്ങളും ചെടികളും നിറഞ്ഞ പച്ചപ്പിന് നടുവിലെ പ്രത്യേക വാക്വേയിലൂടെയുള്ള നടത്തം മറ്റൊരു ലോകത്തേക്കാണ് സഞ്ചാരികളെ എത്തിക്കുക. കാഴ്ചകളാൽ സമ്പന്നമായ ഇവിടം സഞ്ചാരികളുടെ ഇഷ്ടയിടമാണ്. വനം വകുപ്പിന്റെ എക്കോ ടൂറിസം സെന്ററിന് കീഴിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. വനവിഭവങ്ങൾ അടക്കമുള്ള ലഘുഭക്ഷണശാല, സുരക്ഷയ്ക്കായി ഗൈഡുകൾ, ശുചിമുറി സേവനങ്ങൾ എന്നിവയും ലഭ്യമാണ്. വന്യമൃഗങ്ങളെയും അപൂർവ ജീവികളെയും അടക്കം കാണാവുന്ന ട്രെക്കിങ്ങിനും ഇവിടെ അവസരമുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണി ഡാമുകൾ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയതോടെ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. സെപ്റ്റംബർ 1 മുതൽ നവംബർ 30 വരെയാണ് സന്ദർശനാനുമതി. സുരക്ഷാ പരിശോധന നടക്കുന്ന ബുധനാഴ്ചകളിൽ ഡാമിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. കൂടാതെ വെള്ളം തുറന്നുവിടുന്ന ദിവസങ്ങൾ, ശക്തമായ മഴയ്ക്കുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, റെഡ്, ഓറഞ്ച് അലർട്ടുകൾ നിലനിൽക്കുന്ന ദിവസങ്ങൾ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിനോദസഞ്ചാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങൾ എന്നീ സമയങ്ങളിൽ സന്ദർശന അനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ ഉറപ്പാക്കിയാണ് പൊതുജനങ്ങൾക്ക് സന്ദർശനാനുമതി നൽകുക. ഡാമിന്റെയും സന്ദർശകരുടെയും സുരക്ഷയ്ക്ക് പോലീസ് സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഓണക്കാലത്ത് മൂന്നാറിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് അവസരമൊരുക്കി KSRTC. ഇതിനായി വിവിധ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് KSRTC പുതിയ ഉല്ലാസയാത്രാ സർവീസുകൾ തുടങ്ങി. KSRTCയുടെ മൂന്നാർ ഡിപ്പോയിലെ ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ് സഞ്ചാരികൾക്കായി പുതിയ സർവീസുകൾ സംഘടിപ്പിക്കുന്നത്. പ്രകൃതി മനോഹാരിത നിറഞ്ഞ കാന്തല്ലൂർ, വട്ടവട, ചതുരംഗപ്പാറ, ആനക്കുളം എന്നിവിടങ്ങളിലേക്കാണ് പുതിയ ട്രിപ്പുകൾ നടത്തുന്നത്. ദിവസേന രാവിലെ 9-ന് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 6-ന് തിരിച്ചെത്തും വിധമാണ് ട്രിപ്പുകളുടെ ക്രമീകരണം. ഇതിനു പുറമെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസും മൂന്നാറിൽ സർവീസ് നടത്തുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ പോകുന്ന ഡബിൾ ഡെക്കർ ബസ് ദേവികുളം, ലോക്ക്ഹാർട്ട്, ഗ്യാപ്പ് റോഡ്, ആനയിറങ്കൽ എന്നീ സ്ഥലങ്ങളിലൂടെ കടന്നുപോകും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.